എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കായിരിക്കും. ഇതൊരു ടോപ്പിൻ്റെ ഒരു ടോപ്പാണ്, വളരെ ലൈറ്റ് ബ്ലൂ കളറിലെ ഒരു ടോപ്പാണ്. ഞാൻ ഓർത്ത് ഇതേലും നമുക്കൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ ഒരു വർക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വളരെ ഈസി ആയിട്ടൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു വർക്കായിരിക്കും ഇന്ന് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെൻസിൽ ഇതായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഈ വർക്ക് ഇത് 3 റോസ് ഫ്ലവറും കുറച്ച് ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇന്ന് ചെയ്യാം. എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ ഉടുപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഉടുപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ തുണിയുടെ അടിയിലേക്ക് എന്തെങ്കിലും കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്ലേറ്റ് ആണെങ്കിലും അകത്ത് അടിയിൽ വെക്കുക. ഞാനിപ്പോൾ ഇതേ ഒരു ബുക്കാണ് എൻ്റെ പുറകെ വെക്കാൻ പോകുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷൻ നോക്കിയിട്ട് നമുക്ക് ബുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്തിനിത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഫാബ്രിക് പെയിൻറ്റ് അടിയിലത്തെ തുണിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും ഈ തുണി ഇവിടെ നനങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി മുട്ടസൂചി ഇവിടെ എല്ലാം ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു അനങ്ങാതെ അവിടെ ഇരിക്കുമല്ലോ. തുണി തന്നാതെ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായാലോ എന്താന്ന്. നമ്മൾ തുണി വിരിച്ചു, അടിയിൽ എന്തെങ്കിലും വെക്കുക, താഴത്തെ ഫാബ്രിക്കെ പറ്റാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം ഈ ടെൻസിലിനെ നേരെ ഒന്ന് വെച്ചു. ഓക്കെ, അതുവരെ ക്ലിയർ. റെഡ് കളർ ആയിരിക്കും നമ്മൾ ഫ്ലവറിന് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ലീഫിന് ഗ്രീനും കൊടുക്കാൻ പോകുന്നു. അത് പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പഞ്ചില്ല, അതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്പഞ്ച് ഉപയോഗിക്കാം. ഇതിനെ നമുക്ക് സ്മോൾ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിനെ ഒരു സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാം. എനിക്ക് 2 കളർ വേണം. കണ്ട, നമ്മൾ ഈ 2 പീസിനെ ഇതിനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ എക്സ്ട്രാ പീസ് ഞാൻ കളയുക. ഇത് മതിയല്ലോ നമുക്ക്. 2 പീസസ് കിട്ടി. ഇനിയിപ്പം നമുക്ക് ആദ്യം റെഡ് കളർ ചെയ്യാം. തുറക്കുക. അടിപൊളി, നല്ല സുന്ദരം റെഡ് കളറാണ്. ഇതിനെ നന്നായിട്ട് ഇതിനകത്തൊന്ന് മുക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഉറച്ച് പിടിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, എന്നാ ക്യുക്കാ നോക്കിയേ. ഇതുപോലൊരു ഈസി പരിപാടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചു പിള്ളേർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാ ഈസിയാന്ന് നോക്കിയേ. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല റെഡ് കളറല്ലേ നോക്കിക്കേ. അടിയോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ലീഫെ കൊണ്ട് റെഡ് കളർ ഇടാതെ കേട്ടോ. നമ്മൾ വർത്തമാനത്തിനിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോരുത്. നമ്മൾ ചെയ്യുന്ന പണിയിൽ കുറച്ചൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കൈ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഈ തുണിയിൽ നിന്ന് ഇത് മൂവ് ആവാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വലിയൊരു കാര്യമാണ്. തുണിയിൽ നിന്ന് മൂവ് ആവാതെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇതുപോലെ തന്നെ ഇട്ടിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എൻ്റെ പേജിൽ പോയിട്ട് അതൊന്ന് കണ്ടു നോക്കുമോ, ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല നല്ല കമൻസ് വന്നിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വർക്ക് ഏകദേശം ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ്. ഈ ഗ്രീൻ കളർ ശരിക്കും എനിക്ക് ഇതിൽ ഇച്ചിരി ഇഷ്ടം നമ്മുടെ നല്ല ഒരു ഇലപ്പച്ചയില്ല, അതായിരിക്കും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. എനിവേ ഉള്ളതാട്ടെ, ഇത് ചെയ്യാം. വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് ഇവനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനും എക്സൈറ്റഡ് ആണ് ഇതിനെന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. ഇതിനെ അങ്ങ് പൊത്തി കൊടുക്കുക. പ്രത്യേകിച്ച് വലിയ സൗന്ദര്യം നോക്കേണ്ട കാര്യമില്ല. ഇത് സ്റ്റെൻസിലല്ലേ. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കാരണം ഫാബ്രിക്കിലോട്ട് ഒട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കളർ നമുക്ക് വിസിബിൾ ആയിരിക്കണമല്ലോ. കണ്ടോ, അപ്പോൾ നമ്മൾ സ്റ്റെൻസിലോട്ട് മുഴുവൻ കളറും പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിവേ നോക്കാം. അപ്പോൾ ഞാനിതിനെ പതുക്കെ പൊക്കിയെടുക്കാൻ പോകട്ടോ. എല്ലാവരും നോക്കിക്കോണേ. സ്റ്റെൻസിൽ ഞാൻ പതുക്കെ പൊക്കിയെടുക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ ഞാൻ ചെയ്യുക. വാവ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് ഉണങ്ങാൻ വെക്കാം. അതിന് ശേഷമാവാം നമ്മുടെ അടുത്ത വർക്ക്. അപ്പോൾ ഞാനിതിനെ ഉണക്കിയിട്ട് വന്നതിന് ശേഷം
ഞാൻ നിങ്ങളോട് പറയാം എന്താണ് ഞാൻ അടുത്ത ചെയ്യുന്നത്. നമ്മുടെ ഫ്ലവർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വേറൊരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് മാത്രം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഫ്ലവറിനെ ഫ്ലവറാക്കി തീർക്കുന്നത് ഈ വൈറ്റ് പാർട്സ് ആയതിൻ്റെ അല്ലേ, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേറെ കളർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഓർത്തു ഈ ഗ്ലിറ്റർ ഗ്ലൂ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുവേണ്ടി ഒരു ഗോൾഡ് കളർ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ കരുതുന്നു. പലരും എന്നോട് ചോദിച്ചു ഈ ഗ്ലിറ്റർ ഗ്ലൂ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോവില്ലേന്ന്. ഒരിക്കലും ഇത് വാഷ് ചെയ്താൽ പോകത്തില്ല കേട്ടോ. ഞാൻ ഒരു 3-4 വർഷം മുന്നേ വരെ ഷോളിൽ ഉപയോഗിച്ചതൊക്കെ ഇന്നും ഒരു കുഴപ്പമില്ല, വാഷ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുമെന്നാണ് കരുതുന്നത്. ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇത് നല്ല ലാസ്റ്റിങ്, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ പേര് പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യമില്ല, കാരണം നമുക്ക് നാട്ടിൽ ഇത് തന്നെ കിട്ടാൻ പാടല്ലേ. സോ ഞാൻ എന്തായാലും ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് കുഞ്ഞു ഫ്ലവർ ഇട്ട് തരാം. ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതിനെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇതിനൊരു ഗ്ലിറ്റർ ഗ്ലൂ തടിച്ച് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ബട്ട് ഡോണ്ട് വറി, ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് നല്ല ഫ്ലാറ്റായിട്ട് പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ സൈഡിൽ കൂടെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇതിനൊരു പ്രത്യേക ലുക്കിലേക്ക് ഇത് മാറുന്നുണ്ടോ? ഇഷ്ടമായോ നിങ്ങൾക്ക്? എന്തായാലും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും, കാരണം നമുക്കറിയാൻ വയ്യാത്തായിട്ടൊന്നുമില്ല. കാണുന്നിടത്തെല്ലാം ഇതിനെ ഇട്ട് കൊടുക്കുവാണ്. ഇതിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കിയേക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ക്യാമറയിൽ എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല രസമില്ലേ? ഫാസ്റ്റാണ് പരിപാടി. നമുക്കൊരു ഒഴുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, നമ്മൾ ഇതുമായിട്ട് അങ്ങ് പൊക്കോളും. ഇത് നമുക്ക് ക്രാഫ്റ്റ് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ത്രെഡ് ഹൗസസ് അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും ചോദിക്കുക എങ്ങനെ കിട്ടും ഈ ഗ്ലിറ്റർ ഗ്ലൂ എന്ന്. നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും. eBay ഇന്ത്യ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ അടിച്ചു കൊടുക്കുക, അവിടെയൊക്കെ കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം തീർന്നു അല്ലേ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പറ്റാതെ ഭാഗം ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ. നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ. അപ്പോൾ ഈ ഗോൾഡ് ഗ്ലിറ്റർ ഗ്ലൂ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീനിലൂടെ ഞാൻ ഗ്രീൻ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം. ലീഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രീൻ ഗ്ലിറ്റർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ലീഫിന് ഗ്രീൻ ഗ്ലിറ്റർ ഗ്ലൂ തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത്രയും മാത്രമേ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ബീഡ്സുകളോ റൈൻസ്റ്റോണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്നും പൊളിഞ്ഞു പോരുകയൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്കിപ്പം വർക്കുള്ള തുണികളാകുമ്പോൾ നമ്മൾ ഒത്തിരി ഇട്ട് ഉരച്ചിട്ട് കഴുകത്തില്ലല്ലോ അല്ലേലും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നല്ല ഒരു കാര്യവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.